പുനലൂരിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സഞ്ജയ് ഖാൻ എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇന്ന് 11 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് ഫേസ്ബുക്കിൽ അറിയിക്കുകയാണ്. പുനലൂർ സീറ്റ് മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സഞ്ജയ് ഖാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. സഞ്ജയ് ഖാനെ പിന്തിരിപ്പിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. അതിനിടെ ലീഗ് സ്ഥാനാർത്ഥി നൌഷാദ് യൂനുസിന് വേണ്ടിയുള്ള ചുവരെഴുത്ത് കരിയോയിൽ ഒഴിച്ച് നശിപ്പിച്ചു. പുനലൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലെ ചുവരെഴുത്താണ് കരിയോയിൽ ഒഴിച്ചത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, പുനലൂരിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. അവിടെ നേരത്തെ നെൽസനെ അനുനയിപ്പിക്കാനും മത്സര രംഗത്ത് നിന്ന് പിന്മാറ്റാനും KPCC നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ സഞ്ജയ് ഖാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്തരം നീക്കുപോക്കുകൾ ഉണ്ടാകുന്നുണ്ടോ? എന്തൊക്കെ നടക്കുന്നു അവിടെ? പുനലൂരിലെ ഈ ഒരു വിഷയം കൊല്ലം ജില്ലയിലെ തന്നെ UDF മൊത്തത്തിൽ ബാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കൾക്ക് ഉള്ള ഒരു ആശങ്ക. ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന ആ വിമത സ്ഥാനാർത്ഥിയെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജയ് ഖാൻ തന്നെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് വരികയും ചെയ്തത്. അതായത് സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ള ഒരു കാര്യമാണ് രാവിലെ സഞ്ജയ് ഖാനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത്. ഒപ്പം തന്നെ അത്തരത്തിൽ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരിക്കുന്നത്. PC വിഷ്ണുനാഥാണ് അനുനയത്തിന് വേണ്ടി സഞ്ജയ് ഖാനോട് കഴിഞ്ഞ ദിവസം രാത്രി ഉൾപ്പെടെ സംസാരിച്ചത്. കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്, നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്നുള്ള ഒരു കാര്യമാണ് PC വിഷ്ണുനാഥ് സഞ്ജയ് ഖാനോട് പറഞ്ഞത്. പക്ഷേ തൻ പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മത്സര രംഗത്ത് നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് സഞ്ജയ് ഖാൻ അപ്പോൾ മറുപടിയായി നൽകിയത്. ഇതിലൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് ഈ എല്ലാ മണ്ഡലങ്ങളിലും കൊല്ലത്ത് മുസ്ലിം ലീഗിന് അവരുടേതായിട്ടുള്ള ഒരു വോട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ പല സീറ്റുകളിലും ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ 5000-ന് താഴെയാണ്. അപ്പോൾ അത്രത്തോളം വോട്ടുകളെല്ലാം തന്നെ പല മണ്ഡലങ്ങളിലും ഉള്ളത് കൊണ്ട് തന്നെ ലീഗ് അതായത് ലീഗ് പ്രവർത്തകർ ഒരു കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഈ പരാജയത്തിലേക്ക് പോകും, കൂപ്പുകുത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട്. സഞ്ജയ് ഖാൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ പോലും വരുന്ന ദിവസങ്ങളിൽ വ്യാഴാഴ്ച വരെ സമയമുണ്ട് അത് പിന്തിരിപ്പിക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ നേതൃത്വം ഇടപെട്ടുകൊണ്ട് അതിൽ കൃത്യമായ ഒരു നിലപാടെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് പുനലൂരിൽ കഴിഞ്ഞ രാത്രി, അതായത് പുലർച്ചെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്, ഹൈസ്കൂൾ ജംഗ്ഷനിൽ ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ള നൌഷാദ് യൂനിസിന് വേണ്ടിയിട്ടുള്ള ചുവരെഴുത്തിൽ കരിയോലൊഴിച്ച് നശിപ്പിച്ച നിലയിലാണ് കാണപ്പെട്ടത്. അതും ആരാണ് ചെയ്തതെന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. എന്തായാലും നേതൃത്വത്തോട് ആലോചിച്ചതിന് ശേഷമായിരിക്കും പോലീസിൽ പരാതി കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്.